അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ക്ലാസ് 10th സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസിനെ പറ്റിയാണ്. അപ്പോൾ പോളിനോമിയൽസിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം അതായത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ദെയർ ഡിഗ്രീസ്. അപ്പോൾ ഡിഗ്രീസ് എന്താണ്? ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളിനോമിയലിൽ എക്സിൻ്റെ നമ്മൾ എടുത്തു പറഞ്ഞായിരുന്നു പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. ആ വൺ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ എക്സിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മൂന്ന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തേനകത്ത് എക്സിന് പവർ 3 ഉണ്ട്, എക്സിന് പവർ 1 ഉണ്ട്, പിന്നെ വേറെ ഇല്ല. അതേപോലെ ഇവിടെ എക്സിന് 2 ഉണ്ട്, എക്സിന് പവർ 1 ഉണ്ട്, ഇവിടെ എക്സിന് 1 മാത്രം പവർ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എക്സിന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ എന്താ? ഹയസ്റ്റ് പവർ ഓഫ് എക്സ്, അതായത് ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. ഈ ഇക്വേഷനിൽ ഈ പോളിനോമിയലിൽ നമ്മൾ എക്സിന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്? പവർ 2 ആയത് വരുന്നത് ഡിഗ്രി 2 വരുന്നു. അതേപോലെ മൂന്നാമത്തെ ഇതിന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി 1. അപ്പൊ അങ്ങനെ 3 ഡിഗ്രീസിൽ നമ്മൾ എന്ത് എഴുതി? പോളിനോമിയൽസ് എഴുതി. അപ്പൊ ഇതിനെ ഓരോന്നിനും ഓരോ പേരിലാണ് വിളിക്കുന്നത്. തേർഡ് ഡിഗ്രി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ. അതേപോലെ സെക്കൻഡ് ഡിഗ്രിയിലുള്ള നമ്മൾ എന്ത് വിളിക്കും? ക്വാഡ്രാറ്റിക്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതേപോലെ തേർഡ് ഡിഗ്രിയിലുള്ള നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് വിളിക്കും. ക്യൂബിക് പോളിനോമിയൽ. അപ്പം ഫസ്റ്റ് ഡിഗ്രിയിലുള്ള നമ്മൾ ലീനിയർ എന്ന് വിളിക്കും, സെക്കൻഡ് ഡിഗ്രിയിലുള്ള നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് വിളിക്കും, തേർഡ് ഡിഗ്രിയിലുള്ള നമ്മൾ ക്യൂബിക് ഇക്വേഷൻ എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ഡിഗ്രി വെച്ച് 3 ടൈപ്പ് പോളിനോമിയൽസിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് ഡിഗ്രി വരുന്നതിന് ലീനിയർ പോളിനോമിയൽ എന്ന് വിളിച്ചു. ലീനിയർ പോളിനോമിയൽ അതായത് ഏത് പോളിനോമിയൽ എടുത്താലും അതിന് എന്ത് കാണും? ഒരു ജനറൽ ഫോം കാണും. ജനറൽ ഫോം. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ax പ്ലസ് ബി വേർ a നോട്ട് ഈക്വൽ ടു 0. അതേപോലെ സെക്കൻഡ് ഡിഗ്രി വരുന്നതിന്റെ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് വിളിച്ചു. അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c വേർ a നോട്ട് ഈക്വൽ ടു 0. അതേപോലെ തേർഡ് ഡിഗ്രി നമ്മൾ ക്യൂബിക് എന്ന് വിളിച്ചു. ക്യൂബിക്കിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax ക്യൂബ് പ്ലസ് bx പ്ലസ് c, bx സ്ക്വയർ പ്ലസ് cx പ്ലസ് d. ഇപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വാല്യൂ ഓഫ് p ഓഫ് x, അതായത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ അറ്റ് x ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ വാല്യൂ നമ്മൾ ലെറ്റ് k എന്ന് കൊടുക്കാം. അപ്പൊ വാല്യൂ ഓഫ് p ഓഫ് x അറ്റ് x ഈക്വൽ ടു k. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. p ഓഫ് x ഈക്വൽ ടു x സ്ക്വയർ മൈനസ് 3x മൈനസ് 4. അപ്പൊ p ഓഫ് x എന്ന് പറയുന്നത് x സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ആണ്. നമ്മൾ x-ന് ഒരു വാല്യൂ കൊടുക്കാൻ പോയി x ഈസ് ഈക്വൽ ടു -1. അപ്പൊ p ഓഫ് x ന്റെ സ്ഥാനത്ത് അതായത് ഇനി x എവിടെ വരുന്നോ ആ ഭാഗത്തെല്ലാം നമ്മൾ ഇനി എന്തോ ഇടും? -1 ഇടാൻ പോവാ. അപ്പൊ p ഓഫ് -1 ഈക്വൽ ടു -1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു -1 മൈനസ് 4. -1ന്റെ സ്ക്വയർ 1 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും. 4 മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആവും. 3 ആയി മൈനസ് 4 ഈക്വൽ ടു 4 മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഫസ്റ്റ് കേസിൽ അതായത് വെൻ p ഓഫ് x അതായത് x ഈസ് ഈക്വൽ വാല്യൂ ഓഫ് p ഓഫ് x അറ്റ് x ഈസ് ഈക്വൽ ടു -1 നമുക്ക് എന്താ കിട്ടിയത്? വാല്യൂ ഓഫ് p ഓഫ് x അറ്റ് x ഈസ് ഈക്വൽ ടു -1 അതായത് p ഓഫ് -1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറെ കുറെ വാല്യൂസ് ഇട്ട് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മള് x ഈസ് ഈക്വൽ ടു -1 ആയിരുന്നു ഇട്ടിരുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തോ x ഈസ് ഈക്വൽ ടു 4 ഇടുന്നു. അപ്പം നമ്മുടെ ഇക്വേഷൻ p ഓഫ് x എന്ന് പറയുന്നത് എന്തായിരുന്നു? x സ്ക്വയർ മൈനസ് 3x മൈനസ് 4. അപ്പൊ x സ്ക്വയർ ന്റെ സ്ഥാനം നമ്മൾ ഇനി എന്താ ഇടാൻ പോകുന്നത്? 4 ഇടുന്നത്. p ഓഫ് 4 ഈക്വൽ ടു 4 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 4 ഈക്വൽ ടു 4 4s are 16 മൈനസ് 12 മൈനസ് 4. ആൻസർ എന്ത് വരും? 0 വരും. അപ്പൊ ഈ രണ്ട് കേസിലും ശ്രദ്ധിച്ചാണ് x ന്റെ വാല്യൂ -1 ആയിരുന്നപ്പോൾ p ഓഫ് x ഈസ് ഈക്വൽ ടു 0 കിട്ടി.
രണ്ട് കേസിലും പി ഓഫ് എക്സിന്റെ വാല്യൂസ് എന്തായിരുന്നു? 0 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം, ആ എക്സിന്റെ വാല്യൂസ്, അതായത് when x is equal to -1 and 4, p of x ന്റെ വാല്യൂ ഈക്വൽ ടു 0. therefore ആ എക്സ്, അതായത് -1 ഉം 4 ഉം പി ഓഫ് എക്സിന്റെ സീറോസ് ആണെന്ന് പറയാം. എന്താണെന്ന് പറയാം? സീറോസ് ആണെന്ന് പറയാം. അതായത് വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് പി ഓഫ് കെ ആണെങ്കിൽ when that p of k becomes equal to 0, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? k is a zero of that polynomial എന്ന് പറയാം. നമുക്കൊരു ലീനിയർ പോളിനോമിയൽ തന്നേക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലീനിയർ പോളിനോമിയലിന്റെ സീറോ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ലീനിയർ പോളിനോമിയലിന്റെ ഇക്വേഷൻ എന്താണ്? ജനറൽ ഇക്വേഷൻ ax plus b. p of x is equal to ax plus b. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു p of x ന്റെ വാല്യൂ 0 ആവണം. p of x ന്റെ വാല്യൂ 0 ആവുമ്പോൾ x ന് എന്ത് വാല്യൂ കിട്ടുമോ അതാണ് 0 എന്ന് പറഞ്ഞത്. അപ്പൊ p of x ന്റെ വാല്യൂ 0, that means ax plus b equal to 0 അല്ലേ? അപ്പൊ ax plus b, b നെ അപ്പർ സൈഡിൽ കൊണ്ടുവന്നു. ax is equal to minus b, x is equal to minus b by a. അപ്പോൾ ലീനിയർ ഇക്വേഷന് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ലീനിയർ പോളിനോമിയലിന് നമുക്ക് കിട്ടുന്ന സീറോന്റെ വാല്യൂ എന്താണ്? മൈനസ് ബി ബൈ എ. എന്താണ്? മൈനസ് ബി ബൈ എ. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x plus 3. ഇതിന്റെ പോളിനോമിയലിന്റെ വാല്യൂ, അതായത് സീറോന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യും. 2x plus 3 equal to 0. അപ്പുറത്ത് തോന്നുന്നു x is equal to minus 3 by 2. ഇനി ഈ വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. p of minus 3 by 2 equal to എന്ത് കിട്ടും? 2 into minus 3 by 2 plus 3. അതായത് നമ്മൾ x ന്റെ വാല്യൂസ്, x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തു? minus 3 by 2 ഇട്ട് കൊടുത്തു. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയി. അവസാനം ഇവിടെ minus 3 plus 3 equal to 0. അതായത് വാല്യൂ ഓഫ് p of x is equal to 2x plus 3 at x is equal to minus 3 by 2 implies 0. Therefore x is equal to minus 3 by 2 is a 0 of p of x. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക് മീനിങ് ഓഫ് സീറോസ്. നമുക്ക് ജോമെട്രിക് മീനിങ് ഓഫ് സീറോസ് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പോളിനോമിയൽ എടുക്കുക. ലീനിയർ പോളിനോമിയൽ നമുക്ക് എടുക്കാം. p of x is equal to ax plus b. p of x is equal to ax plus b. ഇതിന് നമുക്കൊരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കണം? രണ്ട് ടേംസ് വേണം. x കോർഡിനേറ്റ് ഉണ്ട്, y കോർഡിനേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ p of x ന് പകരം എന്തെന്ന് എടുക്കും? y is equal to ax plus b. കഴിഞ്ഞ ക്ലാസ്, അതായത് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് y equal to ax plus b എന്ന് പറയുന്ന ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ p of x is equal to 2x plus 3. p of x equal to 2x plus 3. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് y equal to 2x plus 3. അപ്പൊ y equal to 2x plus 3 എന്ന് കിട്ടി. ഇനി നമുക്ക് x നും y ക്കും വാല്യൂസ് ഇടണ്ടായി. അപ്പൊ x നും y ക്കും നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ x ന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. x ന് ആദ്യം 2 കൊടുക്കുന്നു. x ന് 2 കൊടുക്കുമ്പോൾ എന്താ? -2 കൊടുക്കുന്നു. അപ്പൊ എന്ത് പറ്റും? y is equal to 2 into -2 plus 3. ആൻസർ എന്താ വരും? 2 into 2 4, -4 plus 3 -1. അപ്പൊ y യുടെ വാല്യൂ എന്താ വന്നു? -1. ഇനി അടുത്ത വീണ്ടും നമ്മൾ x ന് 2 കൊടുക്കുന്നു. അപ്പൊ y is equal to 2 into 2 plus 3. ആൻസർ എത്ര വരും? 7. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ് കിട്ടി. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് എന്താണ് ആവശ്യം? രണ്ട് പോയിന്റുകളാണ്. അപ്പൊ ആ രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണ്? -2, -1, രണ്ടാമത്തെ പോയിന്റ് 2, 7. ഇത് ഉപയോഗിച്ച് നമ്മൾ ഇനി ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഗ്രാഫ് നോക്കിയാൽ -2, -1, 2, 7 വെച്ച് വരച്ച ആ രണ്ട് പോയിന്റ്സ് വെച്ച് വരച്ച ഗ്രാഫ് നോക്കിയാൽ ആ ഗ്രാഫ് വേറെ കുറെ പോയിന്റ്സുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കാം. ആ y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 0, 3. അതേപോലെ അടുത്തത് x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? -3/2, 0. അപ്പൊ x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ശ്രദ്ധിച്ചോ. x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു y is equal to ax plus b. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയലിന്റെ സീറോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് -b/a എന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 2x plus 3 എന്ന് പറയുന്നത് -b/a എടുത്തു കഴിഞ്ഞാൽ -3/2 എന്ന് കിട്ടും. അപ്പൊ x ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് പറഞ്ഞേ? -3/2, 0. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചേ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു p of x is equal to
എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ബി ബൈ എ. അതേ ഇക്വേഷൻ ഇവിടെ നിന്ന് പ്രയോഗിച്ച് നോക്കെ, മൈനസ് ബി ബൈ എ. ബി എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ സീറോ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 3/2. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടോ നോക്കെ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ 0 ആയിട്ട് കിട്ടുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യും. ആ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3, അല്ലെങ്കിൽ ആ ലീനിയർ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. Therefore, for a linear polynomial ax plus b, a not equal to 0, the graph of y is equal to ax plus b is a straight line which intersects the x-axis at exactly one point, namely minus b by a 0. Therefore, ax plus b, a not equal to 0 has exactly 1 0, namely the x-coordinate of the graph y is equal to ax plus b. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ലീനിയർ പോളിനോമിയലിന്റെ ഗ്രാഫിക്കൽ മീനിങ് ആണ്. ഇനി അതേപോലെ നമ്മൾ എന്തിന്റെ നോക്കണം? ക്യൂബിക്കലിനെ നോക്കണം, ക്വാഡ്രാറ്റിക്കിനെ നോക്കണം. അപ്പൊ നമുക്ക് ആദ്യം ക്വാഡ്രാറ്റിക്കിനെ നോക്കാം. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? ax² + bx + c p of x is equal to ax² + bx + c. അപ്പൊ ഇത് നമുക്ക് ഗ്രാഫിൽ വരയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തോ ചെയ്യാം? y എന്ന് കൊടുക്കാം. y is equal to ax² + bx + c. അപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കാൻ പോവാ. എന്താണ് എക്സാമ്പിൾ? y is equal to x³ x² - 3x - 4. അപ്പോൾ y is equal to x³ - 3x - 4 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ നമ്മൾ എന്ത് വരയ്ക്കാൻ പോവുകയാണ്? ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കണം. പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിന് ഒരു വാല്യൂ കൊടുക്കും, എന്നിട്ട് വൈയിൽ എക്സിന് ഒരു വാല്യൂ കൊടുക്കും, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എക്സ് -2 ആയിരിക്കുമ്പോൾ y 6, എക്സിന്റെ വാല്യൂ -1, വൈയുടെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ -4, എക്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ -6, എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ -6, അതേപോലെ എക്സിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ -4, എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 0, എക്സിന്റെ വാല്യൂ 5, വൈയുടെ വാല്യൂ 6. ഈ പോയിന്റ്സുകളെല്ലാം നമ്മൾ ഇനി ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാൻ പോവാ. അപ്പൊ നമ്മൾ ലീനിയറിന്റെ കേസിൽ പറഞ്ഞായിരുന്നു എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ ആണ് നമ്മുടെ സീറോസ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എക്സ് ആക്സിൽ എത്ര തവണ മീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 വാല്യൂസ് ഉണ്ട്. എന്താണ്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 വാല്യൂസ് ഉണ്ട്. അതായത് എക്സ് ആക്സിസിൽ ആദ്യത്തെ തവണ മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? -1 0. അപ്പൊ എക്സിന്റെ ഒരു വാല്യൂ, അതായത് 0 എന്ന് പറയുന്ന ഒരു 0 എന്ന് പറയുന്നത് എന്താണ്? -1. അടുത്തത് എവിടെ മീറ്റ് ചെയ്യുന്നത്? 4 0. അതായത് എക്സ് ആക്സിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നത് 4 0. അപ്പൊ അടുത്ത 0 എന്ന് പറയുന്നത് എന്താണ്? 4. അപ്പൊ 2 zeros ഉണ്ട്. ഏതൊക്കെയാണ്? -1 4. ഇനി നോക്കിയേ, ഇതിന്റെ ഒരു ഷേപ്പ് ഒരു യു ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. ഇത് 2 രീതിയിൽ വരാം. ഒന്ന് താഴോട്ട് കർവ് ചെയ്തിട്ടുള്ളതും വരാം, 2 മേളിലോട്ട് കർവ് ചെയ്തിട്ടുള്ളതും വരാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഫാക്ടറാണ്. നമ്മൾ എടുത്ത പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ax² + bx + c യിലെ എ എന്ന് പറയുന്ന ഫാക്ടറിനെ ബേസ് ചെയ്താണ്. അതായത് a <0 ആണെങ്കിൽ ഡൗൺവേർഡ് ബെൻഡിങ് ആയിരിക്കും, a <0 ആണെങ്കിൽ അപ്വേർഡ് ബെൻഡിങ് ആയിരിക്കും. ഉദാഹരണം നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മൾ എടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? y is equal to x² - 3x - 4. അതായത് അതിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതായത് >0 ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും ബെൻഡിങ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് അപ്വേർഡ് ആയിരിക്കും. അപ്പൊ അപ്വേർഡ് ഓപ്പണിംഗ് വന്നു. നമ്മളിപ്പോ വരച്ച ഗ്രാഫിൽ എങ്ങനെയായിരുന്നു? അപ്വേർഡ് ഓപ്പണിംഗ് ആയിരുന്നു. ഇനി ഒന്ന് നോക്കിയാൽ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പാരബോളാസ്, അതായത് ഈ പറഞ്ഞ അപ്വേർഡ് ബെൻഡ്, ഡൗൺവേർഡ് ബെൻഡ്, ആ കർവിന്റെ ഷേപ്പ് പാരബോളാസ് ഏതൊക്കെ രീതിയിൽ വരയ്ക്കാമെന്ന് നോക്കാം. ആണ് ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുക. എക്സ് ആക്സ് വൈ ആക്സ് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ അപ്വേർഡ് ബെൻഡ് അല്ലെങ്കിൽ അപ്വേർഡ് ഓപ്പണിംഗ്, ഡൗൺവേർഡ് ഓപ്പണിംഗ്. ഇത് ഫസ്റ്റ് കേസ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടും? 2 zeros കിട്ടും, 2 വാല്യൂസ് കിട്ടും, 2 zeros കിട്ടും. ഇനി അതേപോലെ വേറൊരു ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം.
ഇതും പാരബോളസ് ആണ്. ഈ രണ്ട് പാരബോളയ്ക്കും എന്താ പ്രത്യേകത? എക്സ് ആക്സിൽ എത്ര പ്രാവശ്യം മീറ്റ് ചെയ്യുന്നുള്ളൂ? ഒരൊറ്റ തവണ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താണ്? ഒരൊറ്റ തവണ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? only 1 0 എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്തെടുക്കാം? വേറെ രീതിയിൽ നോക്കാം. എക്സ് ആക്സും വൈ ആക്സും എടുത്തു. ഇത് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നില്ല, ഇതും എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഏത് കേസും വരാം? നോ സീറോസും വരാം. അതായത് പാരബോളാസിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടാം? 2 സീറോസ് കിട്ടാം, 1 സീറോ കിട്ടാം, അല്ലെങ്കിൽ സീറോസ് ഒന്നും കിട്ടാതെയും വരാം. അതായത് നമുക്ക് മാക്സിമം 3 സീറോസ് അല്ല മാക്സിമം 2 സീറോസ് കിട്ടാം. ഏതിന്റെ കേസിൽ? ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കേസിൽ. ഇപ്പൊ നമ്മൾ നോക്കിയത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ക്യൂബിക് പോളിനോമിയലിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ക്യൂബിക് പോളിനോമിയൽ എങ്ങനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പി ഓഫ് എക്സ്, നമുക്ക് ആദ്യം ജനറൽ ഇക്വേഷൻ എഴുതാം. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇതാണ് നമ്മുടെ ക്യൂബിക് പോളിനോമിയലിന്റെ ജനറൽ ഇക്വേഷൻ വേർ എ നോട്ട് ഈക്വൽ ടു 0. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി എന്ത് വേണം? പി ഓഫ് എക്സിന് വരെ നമ്മൾ y കൊടുക്കുന്നു. y ഈസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. അപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കാൻ പോവാം. ഏതാ എക്സാമ്പിൾ? y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് 4x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ നമ്മൾ എടുക്കുന്നു. ആ പോളിനോമിയലിന്റെ ഗ്രാഫാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് 4xന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എക്സ് വാല്യൂസും വേണം, വൈ വാല്യൂസും വേണം. അപ്പൊ എക്സ് വാല്യൂ വൈ വാല്യൂ നമുക്കൊരു ടേബിളിൽ വരയ്ക്കാം. എക്സ് വാല്യൂ -2 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ 0, എക്സ് വാല്യൂ -1 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ 3, എക്സ് വാല്യൂ 0 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ 0, എക്സ് വാല്യൂ 1 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ -3, അതേപോലെ എക്സ് വാല്യൂ 2 ആയിരിക്കുമ്പോൾ വൈയുടെ വാല്യൂ 0. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൊണ്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഗ്രാഫിൽ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ലീനിയറിന്റെ കേസിലും പറഞ്ഞായിരുന്നു, ക്വാഡ്രാറ്റിക്കിന്റെ കേസിലും പറഞ്ഞായിരുന്നു, എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യണം. നമ്മുടെ ഗ്രാഫ് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യണം. എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീറോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്യൂബിക് പോളിനോമിയലിന്റെ കേസിൽ നോക്കിയേ, ഈ ഗ്രാഫ് എത്ര തവണ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? നോക്കിയാൽ -2 0യിൽ ഒരു തവണ മീറ്റ് ചെയ്യുന്നു, അതേപോലെ ഒറിജിൻ 0 0യിൽ ഒരു തവണ മീറ്റ് ചെയ്യുന്നു, അതേപോലെ 2 0യിലും ഒരു തവണ മീറ്റ് ചെയ്യുന്നു. അപ്പൊ ക്യൂബിക് പോളിനോമിയലിന്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? 3 സീറോസ് കിട്ടി, നെയിംലി -2 0 ആൻഡ് 2. ഇനി നമുക്ക് രണ്ട് ക്യൂബിക് പോളിനോമിയലിന്റെ എക്സാമ്പിൾസ് കൂടി എടുക്കാം. അതായത് y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബും y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. ഈ രണ്ട് ക്യൂബിക് പോളിനോമിയൽസിന്റെ ഗ്രാഫുകൾ നോക്കിയേ. ഈ കാണിച്ചേക്കുന്നത് y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫാണ്. ഈ y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫിൽ എത്ര തവണയാണ് ഗ്രാഫ് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നത് നോക്കിയേ? ഒരൊറ്റ തവണയുള്ളൂ. അത് എവിടെയാണ്? ഒറിജിനിലാണ്. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക്, ഈ ഗ്രാഫിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന ഒരു തവണയുള്ളൂ. അതായത് ഇതിന്റെ 0 എന്ന് പറയുന്നത് എത്ര എണ്ണേ ഉള്ളൂ? ഒരൊറ്റ എണ്ണേ ഉള്ളൂ. ഇനി അതേപോലെ നമ്മൾ അടുത്ത ഗ്രാഫ് നോക്കിയേ. y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിൽ നോക്കിയേ എത്ര തവണ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട്? ഒന്ന് ഒറിജിനിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം 1 0യിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് കിട്ടി? അതായത് ഈ ക്യൂബിക് പോളിനോമിയലിൽ നമുക്ക് എന്ത് കിട്ടി? 2 സീറോസ്. ഏതൊക്കെയാണ്? 0യും 1ഉം. അപ്പൊ നമുക്ക് ഈ ഗ്രാഫുകളിൽ നിന്നൊക്കെ വ്യക്തമായി കാണും എന്താണ്. ആദ്യത്തെ ഗ്രാഫിൽ നമുക്ക് 3 സീറോസ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഗ്രാഫിൽ, അതായത് രണ്ടാമത് y ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കാണിച്ച ഗ്രാഫിൽ എത്ര 0 ഉണ്ടായിരുന്നുള്ളൂ? 1 0 ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതേപോലെ അടുത്ത എന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് അല്ല എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. ആ ഗ്രാഫിൽ നമുക്ക് എന്ത് കിട്ടി? 2 സീറോസ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ക്യൂബിക് പോളിനോമിയലിന്റെ കേസിൽ നമുക്ക് മാക്സിമം 3 സീറോസ് വരെ കിട്ടാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്നും വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.